ലയണൽ മെസ്സിയുടെ പേരിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ ശക്തമാകുന്നു. ED സംസ്ഥാന GST വിഭാഗങ്ങൾക്ക് പുറമെ ആദായനികുതി വകുപ്പും അന്വേഷണം നടത്തും. മുഖ്യ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ആദായനികുതി രേഖകളും ഉടൻ പരിശോധിക്കും. 126 കോടി രൂപയുടെ ഇടപാടിൽ സേവന നികുതിക്ക് പുറമെ ആദായനികുതികളും അടച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന GST വകുപ്പിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ, വരുമാന സ്രോതസ്സുകൾ, ആദായനികുതി കണക്കുകൾ, കണക്കുകളിലെ സുതാര്യത എന്നിവയിൽ വിശദമായ അന്വേഷണം നടത്തും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയതായി പറയുന്ന 126 കോടി രൂപയുടെ സ്രോതസ്സും ആദായനികുതി റിട്ടേണുകളും പരിശോധിക്കും. സ്പോൺസറുടെ കമ്പനിയുടെ മറ്റ് സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനങ്ങൾക്ക് ആദായനികുതി ഇളവിന് കായിക മത്സരത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമമുണ്ടായിരുന്നോ എന്നും കണ്ടെത്തണം. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസ്റ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന പ്രധാന അന്താരാഷ്ട്ര കായിക മത്സരങ്ങളുടെ സംഘാടകർക്ക് മത്സരത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന് ആദായനികുതി ഇളവുണ്ട്. സംസ്ഥാന GST അന്വേഷണത്തിനൊപ്പം സെൻട്രൽ GSTയും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു. GST ഇന്റലിജൻസിൽ നിന്ന് സെൻട്രൽ GST റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മെസ്സിയുടെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ 22.68 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനവും നടന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ നികുതി വെട്ടിപ്പ് സ്റ്റേറ്റ് GST ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. GST ഇനത്തിൽ 22.68 കോടി രൂപ അടയ്ക്കാനുണ്ടെന്ന് 2025 ജൂണിലാണ് കണ്ടെത്തിയത്. ജനം, കൊച്ചി.